ഒന്നുമില്ല അച്ഛാ, അത് ഉച്ചക്ക് എക്സാം അല്ലേ, അതുകൊണ്ട് പഠിക്കുന്നു. ഏത് പേപ്പർ? ഫിസിക്സ്. അപ്പൊ അതുപോലും അറിയില്ല, എന്നിട്ടാന്ന് പഠിക്കുന്നു. അല്ല നീ ഒന്ന് എഴുതുന്നുണ്ടായ? അത് എഴുതി പഠിക്കുന്നു. ഓ കാണിച്ച? അല്ല തുടങ്ങിയത്ര. സാറല്ല ഇപ്പൊ എന്നെ കാണി. അല്ല അത് ഞാൻ ഫുള്ള് എഴുതിയിട്ട് പഠിച്ചിട്ട് കാണിച്ചതാ. അല്ലെങ്കിൽ ഞാൻ തന്നെ. അല്ല അച്ഛാ വേണ്ട. അത് ഞാൻ എഴുതി പഠിച്ചത്. ഈ ചെറിയ കഷ്ണം കള്ളാസില ഷോർട്ട് നോട്ട്. ഡബ്ല്യു അല്ല, അത് ഒമേഗയാണ്. ഒമേഗളോ? അതിന്റെ ഒറ്റ പൊബിൾ കളിക്കുന്ന പരിപാടിയല്ലേ? അല്ല അച്ഛാ, അത് ഒമേഗിള്, ഇത് ഒമേഗ. അത് രണ്ടും വേറെയാണ്. അത് ഇപ്പം അച്ഛനെ പറഞ്ഞാല് തിരിയൂല, അച്ഛനെ അറിയില്ല. ഓ അറിയുന്നോണ്ടാന്നല്ല ഇത് തൊട്ട് വെച്ചിരി. എടാ നിന്റെ മറ്റേ ഒമേഗിളിപ്പോ കിട്ടുന്നില്ലല്ലോ. അത് ബാനാക്കി. എപ്പോ? അത് ബാനാക്കിട്ട് കൊറേ നാളായല്ലോ. എന്താ പക്കി? ഒന്നുമില്ല. എടീക്കടാ. ആ പറ, ഏത് എഴുതുണ്ട്? ഇല്ല അച്ഛാ, ഞാൻ എഴുതൂല. അല്ല നീ പറ, ഏത് എഴുതുണ്ട്? അല്ല അച്ഛാ വേണ്ട. അല്ലടാ നീ പറഞ്ഞോ, കൊഴപ്പില്ല, ഞാൻ എഴുതരാ. അത് പറടാ, ഏത് എഴുതുണ്ടെന്ന്. ഇത് എഴുതാല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇത് എഴുതാം. അല്ല അത് ഞാൻ എഴുതി, എന്റെ തായിന്റെ എഴുതിട്ടെടുത്തോ അവന്. അല്ല അതിരിക്കിപ്പോ എഴുത്തരടാ. എടാ നിന്റെ എല്ലാം പ്രായം ഉണ്ടാവും, ഞാൻ ഒന്ന് എക്സാമിന് തുണ്ടു പോലും വെച്ചിട്ടാ. അല്ല അതിന് അച്ഛൻ 4th ഫെയിൽ അല്ലേ? ആ 4ാം ക്ലാസ് വരെ വെച്ചിട്ടാ. നീ എന്തിനാണ് തുണ്ടു വെക്കുന്നേ? തുണ്ടു വെച്ച് പാസ്സായിട്ട് നിനക്കത് കാര്യം? മോനെ, നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഒരുപാട് തെറ്റുകൾ ചെയ്യും. അവസാനം നമ്മുടെ ജീവിതം തന്നെ വലിയ തെറ്റായി മാറും. എക്സാം എഴുതുന്നെങ്കിൽ അത് ജയിക്കാൻ മാത്രം. ഉടൻ തന്നെ ജക്ലറിൽ പോയി ആപ്പ് തോക്ക് തോക്കിട്ടാ. നീ എന്റെ മോനല്ലടാ, നീ പാസ്സാവും. അന്ന് അച്ഛൻ പറഞ്ഞതിനെ പറ്റി ഞാൻ ഇരുത്തി ചിന്തിച്ചു. അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. തെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ അതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അന്നത്തെ എക്സാം ഞാൻ തുണ്ടുവെച്ചിട്ടാണ്. അതിനുശേഷമുള്ള ഓരോ എക്സാമിനും ഞാൻ തുണ്ടുവെച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും കാര്യം ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നേർവഴിയിലൂടെ മാത്രം പോവുക. കുറുക്കുവഴി സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ മാത്രമേ അത് യഥാർത്ഥ വിജയമാവുകയുള്ളൂ. എന്നിട്ട് താങ്കൾക്ക് അന്നത്തെ എക്സാമിന് എത്രയാണ് ഗ്രേഡ്? അയ്യോ, അന്നത്തെ എക്സാം പൊട്ടി. പിന്നെ അതിനുശേഷമുള്ള എല്ലാ എക്സാമും ഞാൻ നിലത്തിട്ടടിച്ച് പൊട്ടിക്കില്ല. 1, 2, 3, 4 കംപ്ലീറ്റ് പൊട്ടി. തുണ്ട് വെച്ചിട്ട് ഞാൻ പാസ്സാവലും കൊണ്ടായിനി. അതിനുശേഷം എല്ലാ സെമ്മും വാഷ് ഔട്ട്. അങ്ങനെ ഞാൻ കോളേജിലെ ക്ലീൻ ബോയ് ആയി. അപ്പോൾ ഇതിൽ നിന്ന് താങ്കൾ ഓഡിയൻസിന് കൊടുക്കുന്ന മെസ്സേജ്? തുണ്ട് വെച്ച് പാസ്സാവണമെന്നല്ല, നിങ്ങളുടെ കരിയറാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നതും നിങ്ങളെ കൊണ്ട് കഴിയുന്നതുമായ കരിയർ ചൂസ് ചെയ്യുക. അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ഡോണ്ട് ലെറ്റ് അതേഴ്സ് ടു ചൂസ്. ഇനി അങ്ങനെ വന്നാൽ ചക്രു പോയി സപ്ലിക്ക് പഠിക്കണം.